Good morning. Reply good morning. Okay, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സില് രമ്യ മാം ആയിരുന്നു അല്ലെ ലാസ്റ്റ് ചാപ്റ്റർ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എവിടെ വരെയാ കഴിഞ്ഞ ക്ലാസ്സിൽ മാം എടുത്ത് നിർത്തിയിരിക്കുന്നത്? ways to improve patient satisfaction start ചെയ്തോ? അത് സ്റ്റാർട്ട് ചെയ്തില്ലേ? Okay. 8 creative ways to increase patient satisfaction complete ചെയ്തിരുന്നോ? അത് കംപ്ലീറ്റ് ചെയ്തിരുന്നോ? ഇല്ല. 3 പോയിന്റ്സ് പറഞ്ഞു അല്ലെ? 3 പറഞ്ഞു. അങ്ങനെയാണ് 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ, അവിടെ മുതൽ കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ അല്ലെ? 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ശരി. ഓക്കെ, അപ്പോ ways to improve patient satisfaction. Patient satisfaction improve ചെയ്യാൻ അല്ലെങ്കിൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള വഴികൾ അല്ലെ? അപ്പൊ അതില് 8 creative ways to increase patient satisfaction എന്ന് പറയുന്നവരെയാണ് എടുത്തു നിർത്തിയിരിക്കുന്നത് അല്ലെ? അപ്പൊ അതില് 8 വഴികളാണ്, 8 ക്രിയാത്മകമായിട്ടുള്ള വഴികളിലൂടെ നമുക്ക് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും? വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തത് എൻഷുവർ ടൈംലി ഫോളോ അപ്പ് അല്ലെ? വളരെ സമയബന്ധിതമായിട്ടുള്ള ഫോളോ അപ്പുകൾ ഉറപ്പുവരുത്തുക. വളരെ കൃത്യമായ സമയങ്ങളിൽ തന്നെ പേഷ്യൻസിന് അവർക്ക് ആവശ്യമായ ഫോളോ അപ്പുകൾ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ അറിയിക്കുകയും അതിനനുസരിച്ച് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയും വളരെ സമയബന്ധിതമായിട്ട് ആ ഒരു ഫോളോ അപ്പുകളെല്ലാം ഉറപ്പുവരുത്തുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഫോക്കസ് ഓൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രൊവൈഡേഴ്സ് ആൻഡ് പേഷ്യൻസ്. ആ ഒരു സർവീസ് കൊടുക്കുന്ന പ്രൊവൈഡേഴ്സ് അതുപോലെ തന്നെ പേഷ്യൻസും തമ്മിലുള്ള ഒരു ആശയവിനിമയം അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു ആശയവിനിമയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നതെങ്കിൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ അത് സഹായിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളും പേഷ്യൻസും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത്തത് മെയിൻറ്റെയിൻ ട്രാൻസ്പാരൻസി വിത്ത് പേഷ്യൻസ്. പേഷ്യൻസുമായിട്ടുള്ള എന്തൊരു കാര്യങ്ങൾക്കും അവരുമായിട്ടുള്ള ഏതൊരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ട്രാൻസ്പാരൻസി, ഒരു സുതാര്യത അല്ലെങ്കിൽ ഒരു വ്യക്തത എന്ത് ചെയ്യുക? നിലനിർത്തുക. എപ്പോഴും ഒരു കാര്യങ്ങളും അവരോട് മറച്ചു വെക്കാതെ എല്ലാ കാര്യങ്ങളും വളരെ ഓപ്പൺ ആയിട്ട് തുറന്നു പറയുകയും വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ ഒരു വളരെ ക്ലാരിഫിക്കേഷൻസ് നടത്തി എല്ലാ കാര്യങ്ങളും അവർക്ക് വളരെ ക്ലാരിഫൈ ചെയ്ത് കൊടുത്ത് അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു സുതാര്യത നിലനിർത്തുകയും ചെയ്യുക. നാലാമത്തത് പറയുന്നത് പ്രയോറിറ്റൈസ് ഷോർട്ട് വെയിറ്റിംഗ് ടൈംസ്. അപ്പൊ വരുന്ന പേഷ്യൻസിന് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ കുറച്ച് സമയം മാത്രം വെയിറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനനുസരിച്ചുള്ള ഒരു മുൻഗണന അല്ലെങ്കിൽ അതിന് പ്രാധാന്യം നൽകുക. ഒരുപാട് സമയം പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കരുത്. വരുന്ന പേഷ്യൻസിന് കുറച്ച് സമയം മാത്രം വെയിറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. അഞ്ചാമത് പറയുന്നത് try to implement procedures to educate patients about treatment plans. അതുപോലെ തന്നെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻസ് കൊടുക്കുക. എന്താണ്? ഒരു അവബോധം ഉണ്ടാക്കുക. അതായത് അബൌട്ട് അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ച്, അതുപോലെ തന്നെ അവർക്ക് നടപ്പിലാക്കാൻ പോകുന്ന ട്രീറ്റ്മെന്റ് പ്ലാനുകള്, അവർക്ക് നടപ്പിലാക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ് മുതലായവകളെ കുറിച്ച് ആ പേഷ്യൻസിന് എന്ത് ചെയ്യണം? ഒരു അവബോധം അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അപ്പൊ ആ ഒരു പേഷ്യൻസിന് അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് കിട്ടി, അവർക്ക് എന്ത് പ്രൊസീജിയറാണ് നടപ്പിലാക്കാൻ, അവർ എന്ത് പ്രൊസീജിയറാണ് അവർക്ക് ചെയ്യാൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യത്തെ കുറിച്ച് ആ പേഷ്യൻസിന് അതിനുള്ള ഒരു എഡ്യൂക്കേഷൻസ്
ചെയ്യുക, കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആറാമത് പറയുന്നത് യൂട്ടിലൈസ് ഫീഡ്ബാക്ക് ഫ്രം പേഷ്യൻസ് ടു അനലൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മെട്രിക്സ് എന്ന് വെച്ചാൽ ഇവിടെ പേഷ്യൻസിന്റെ സംതൃപ്തി അളക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി പേഷ്യൻസിന്റെ ഫീഡ്ബാക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ ഓരോ ഫീഡ്ബാക്കുകൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പേഷ്യൻസിന് ഓരോ വ്യക്തികൾക്കും അവർ തരുന്ന ഫീഡ്ബാക്ക് അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വ്യക്തമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ കാര്യങ്ങളെ കുറിച്ചും ഓരോ പേഷ്യൻസും ഇവിടുന്ന് സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ പോകുന്നത്, ഏതൊക്കെ ഏരിയയിലാണ് അവർ സംതൃപ്തരായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയയിൽ അവർ അൺസാറ്റിസ്ഫൈഡ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അവരുടെ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഏഴാമത് പറയുന്നേ ഇംപ്ലിമെന്റ് ടെക്നോളജിക്കൽ സപ്പോർട്ട് സിസ്റ്റം ഫോർ ഗ്രേറ്റർ ഫെസിലിറ്റി എഫിഷ്യൻസി. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഫെസിലിറ്റി വളരെ നല്ല രീതിയിൽ അവർക്ക് സൗകര്യപരമായിട്ടുള്ള അവിടുത്തെ എല്ലാ ഫെസിലിറ്റികളും ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വളരെ കാര്യക്ഷമമായിട്ട് നല്ല വർദ്ധിച്ച രീതിയിൽ അല്ലെങ്കിൽ നല്ല വലിയ രീതിയിൽ നല്ല കാര്യക്ഷമമായിട്ട് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ ഒരു പിന്തുണ നടപ്പിലാക്കുക. പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ നമുക്കറിയാം അല്ലെ. ഇപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഒരു അപ്പോയിന്റ്മെന്റ് സംവിധാനമല്ല ഇപ്പൊ ഹോസ്പിറ്റലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. പണ്ട് നമ്മൾ നേരിട്ട് ഹോസ്പിറ്റലിൽ പോയി നമ്മൾ ക്യൂ നിന്ന് എത്ര സമയം എടുത്താണ് നമ്മൾ ഒരു അപ്പോയിന്റ്മെന്റ് കാര്യങ്ങൾ എടുക്കുക അല്ലെ. അതേസമയം ഇപ്പൊ അത് കുറെ എളുപ്പമായില്ലേ ഇല്ലേ. ഒരുപാട് നമ്മുടെ സാങ്കേതിക വിദ്യകൾ വരുന്നതിനനുസരിച്ച് നമുക്കിപ്പോ നമ്മുടെ വിരൽ തുമ്പിൽ ഇരുന്നുകൊണ്ട് അല്ലെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചോ നമ്മുടെ ലാപ്ടോപ്പുകൾ ഉപയോഗിച്ചോ നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റുകളിലൂടെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബുക്ക് ചെയ്തിടാൻ പറ്റും അല്ലെ. അത്രയും നല്ല രീതിയിൽ സാങ്കേതിക വിദ്യകൾ നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നടപ്പിലാക്കിക്കൊണ്ട് അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കുക. ആ എട്ടാമത് പറയുന്നത് ഇംപ്രൂവ് ദ ഫെസിലിറ്റി എൻവയോൺമെന്റ് ആൻഡ് കൾച്ചർ. ഈ ഒരു സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു അന്തരീക്ഷവും അവിടുത്തെ കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരവും കുറച്ചുകൂടി മെച്ചപ്പെടുത്തുക. അപ്പൊ നല്ലൊരു അന്തരീക്ഷം വരുമ്പോൾ ആ പേഷ്യൻസിന് കിട്ടുന്നു, അവരോട് നല്ലൊരു സംസ്കാരത്തോടു കൂടി അവർ പെരുമാറുന്നു. അപ്പൊ അതിലൂടെ അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊരു 8 വഴികളാണ്, ഒരു ക്രിയേറ്റീവ് വേസ്, ഒരു ക്രിയാത്മകമായിട്ടുള്ള 8 വഴികളാണ് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. ഒന്നാമത് പറയുന്നത് വളരെ സമയബന്ധിതമായിട്ടുള്ള ഫോളോ അപ്പുകൾ കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. രണ്ടാമത്തത് പ്രൊവൈഡേഴ്സും പേഷ്യൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. മൂന്നാമത് പറയുന്നത് പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്തൊരു കാര്യത്തിലും ആ ഒരു ട്രാൻസ്പാരൻസി അല്ലെങ്കിൽ ആ ഒരു സുതാര്യത നിലനിർത്തുക. നാലാമത് പറയുന്നത് വളരെ കുറച്ച് വെയിറ്റ് ടൈം മാത്രമേ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ, അതിനനുസരിച്ചുള്ള പ്രാധാന്യം അതിന് കൊടുക്കുക. ഇപ്പൊ എന്തൊരു കാര്യം വന്നാലും ആ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ അവർ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാതെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാര്യങ്ങൾ വേഗം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. അഞ്ചാമത് പറയുന്നത് പേഷ്യൻസിന് കൊടുക്കുന്ന അവരുടെ ട്രീറ്റ്മെന്റ് പ്ലാനുകളെ കുറിച്ചോ അല്ലെങ്കിൽ അവർക്ക് നടപ്പിലാക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സിനെ കുറിച്ചോ ഒക്കെ വ്യക്തമായ ഒരു എഡ്യൂക്കേഷൻ പേഷ്യൻസിന് കൊടുക്കാൻ പരിശ്രമിക്കുക. ആറാമത് പറഞ്ഞത് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് വിശകലനം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഫീഡ്ബാക്കുകൾ ഉപയോഗപ്പെടുത്തുക. സെവൻത് വൺ പറഞ്ഞത് അവിടുത്തെ ഫെസിലിറ്റികൾ കുറച്ചും കൂടി കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി പുതിയ പുതിയ സാങ്കേതിക വിദ്യകളുടെ പിന്തുണ എന്ത് ചെയ്യുക, അവിടെ നടപ്പിലാക്കുക. എട്ടാമതായിട്ട് പറഞ്ഞത് അവിടുത്തെ ഫെസിലിറ്റി കൊടുക്കുന്നത് ആ ഒരു എൻവയോൺമെന്റ്, ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ സംസ്കാരവും മെച്ചപ്പെടുത്തുക. ഈ 8 വഴികളിലൂടെ നമുക്ക് പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? 8 പോയിന്റ്സ് ഇനി പറയണോ? ഏതെങ്കിലും മിസ് റിപ്പീറ്റ് ചെയ്യണോ? ഓക്കെ, ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ താഴേക്ക് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെയാണ് കവർ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് ആ പോയിന്റുകൾ ഹെഡിങ്ങുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉള്ളിലുള്ള കാര്യം നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ ഒരു വന്നു കഴിഞ്ഞാൽ എഴുതാൻ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഡെവലപ്പ് റാപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബന്ധം പേഷ്യൻസുമായിട്ട് വികസിപ്പിക്കുക എന്നാണ് പറയുന്നത്. നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ, നല്ലൊരു ബന്ധം എന്ത് ചെയ്യുക ആ ഒരു പേഷ്യൻസുമായിട്ട്
എന്ത് ചെയ്യുക, വികസിപ്പിക്കാൻ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതില് ഫിയർ ഓഫൺ ഗെറ്റ്സ് ഇൻ ദ വേ ഓഫ് ദ പേഷ്യൻസ് എബിലിറ്റി ടു റിറ്റെയിൻ ഇമ്പോർട്ടന്റ് ക്ലിനിക്കൽ ഇൻഫർമേഷൻ വിച്ച് ഇൻക്ലൂഡ് സെൽഫ് കെയർ ഇൻസ്ട്രക്ഷൻസ്. നമുക്കറിയാം ഇതിലിവിടെ പ്രധാനമായിട്ടും നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാല് നമ്മൾ കൂടുതലും നമ്മൾ സ്വയം പരിചരണം നടത്താനാണ് ശ്രമിക്കുക, അല്ലെ? സെൽഫ് കെയർ അല്ലേ നമ്മൾ ആദ്യം നോക്കുക, അല്ലെ? അത് കഴിഞ്ഞ് നമുക്ക് മാറിയില്ലെങ്കിലാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കുക, ആണോ? എപ്പോഴും ഹോസ്പിറ്റലിൽ പോവാൻ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോവാൻ നമുക്കൊരു ഭയമുണ്ട്, ഇല്ലേ? നമ്മൾ എന്തൊരു അസുഖം വന്നാലും ഇനി ഇത് പിന്നീട് എന്തെങ്കിലും അവിടെ ചെല്ലുമ്പോൾ പല ടെസ്റ്റുകൾ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും അസുഖമായിട്ട് മാറുമോ, അല്ലെ? അങ്ങനെ ഒരു ഭയം നമുക്ക് എപ്പോഴും ഉണ്ട്, അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് സെൽഫ് കെയർ അല്ലെങ്കിൽ നമ്മൾ സ്വയം പരിചരണമാണ് എപ്പോഴും ചെയ്യാറ്. ഇനി നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയെന്ന് വിചാരിക്കട്ടെ, പോയാലും നമ്മൾ മുഴുവൻ രോഗങ്ങളെ കുറിച്ചും നമ്മൾ ആ ഒരു പ്രാക്ടീഷണറോട് അല്ലെങ്കിൽ ആ ഫിസിഷ്യനോട് തുറന്ന് പറയാറുണ്ടോ? നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പ്രാക്ടീഷണേഴ്സിനോട് പറയാറുണ്ട്. ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും, അല്ലെ? എപ്പോഴും നമ്മൾ ആ ഒരു ഡോക്ടറെ അടുത്ത് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ, അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ് എങ്കിൽ അത് അവരുടെ അടുത്ത് തുറന്ന് പറയുമ്പോൾ അവരതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇടുവായിരിക്കും. അപ്പൊ അത് പിന്നീട് ഫർദർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളിലേക്ക് വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലേക്ക് എത്തുമോ എന്നുള്ളൊരു ഭയം കൊണ്ടൊക്കെ ഒരുപാട് ആളുകള് ഈ പറയുന്ന ഡോക്ടറെ അടുത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഓപ്പൺ ആയിട്ട് സംസാരിക്കാനായിട്ട് ചിലപ്പോൾ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഭയം ഉണ്ടായേക്കാം. ശരിയല്ലേ? ഉണ്ടാവാറില്ലേ? എല്ലാ കാര്യങ്ങളും നമുക്ക് തുറന്നു പറയാനായിട്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഭയം അനുഭവപ്പെടാറുണ്ട്. ഉണ്ടോ? ശരിയാണോ അത്? എല്ലാവരും ഓപ്പണായിട്ടൊന്നും അല്ലെ? അതേസമയം നമുക്ക് പരിചയമുള്ള സ്ഥിരം പോകുന്നതൊക്കെയാണെങ്കിൽ നമുക്ക് പറയുമായിരിക്കും. അതല്ലാതെ നമ്മൾ അധികം പോവാത്ത അല്ലെങ്കിൽ നമുക്ക് അധികം ചിലപ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് വ്യക്തിപരമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ തോന്നുമ്പോൾ ചിലപ്പോൾ പറയാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഭയം നമ്മുടെ മുന്നിൽ ഉണ്ടായേക്കാം. അപ്പൊ അതാണ് ആദ്യത്തെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഭയം മാറ്റണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പേഷ്യന്റിന് അങ്ങനെ ഒരു ഫിയർ ഉണ്ട്, അതായത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവർക്ക് ഭയമാണ്, അവർ സ്വയം പരിചരണമാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ നടക്കുന്നത്. ഇനി അവർക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറുന്നില്ല, സ്വയം പരിചരണം എടുത്തപ്പോലും മാറുന്നില്ല. അപ്പൊ അവരുടെ ഒരു ഡോക്ടറെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ അവരുടെ ഡോക്ടറുടെ അടുത്ത് വരുമ്പോ എങ്ങനെ നമുക്ക് അവരുടെ ഭയം മാറ്റാൻ പറ്റും? എങ്ങനെ മാറ്റാൻ പറ്റും? അതെ, അവരുടെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. ആരാണ് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറേണ്ടത്? ആരോട് ഇത് തുറന്ന് പറയുമ്പോഴാണ് നമുക്ക് അതിനൊരു ഫലം കിട്ടുക? ആരോട് പറയുമ്പോഴാ ഫലം കിട്ടുക? നമ്മളിത് ആരോടും തുറന്ന് പറയേണ്ടത് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങള് ഡോക്ടറുടെ അടുത്ത്, അല്ലെ? അപ്പൊ ആ ഡോക്ടറാണ് നമ്മളോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറേണ്ടത്, അല്ലെ? അപ്പൊ ആ ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അതാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കിയേ, the practitioners who spend a few minutes engaging with patients before starting their clinical treatment help set up a sense of trust with their patients. എപ്പോഴും ഒരു പ്രാക്ടീഷണേഴ്സ് അല്ലെങ്കിൽ ഒരു ഡോക്ടർ ഈ പറയുന്ന വരുന്ന പേഷ്യൻസിനോട് അവരുടെ ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് സമയം ആ ഒരു പേഷ്യന്റുമായിട്ട് ഒരു ഇടപെടലുകൾ നടത്തണം, ഒരു ഇന്ററാക്ഷൻ നടത്തണം. അങ്ങനെ ഒരു ഇന്ററാക്ഷൻ നടത്തുമ്പോൾ അത് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, അല്ലെ? അതുപോലെ നിങ്ങൾ എവിടെ നിന്ന് വരുന്നു, എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് സമയം ആ ഒരു പേഷ്യന്റുമായിട്ട് ഒരു ഇടപെടലുകൾ നടത്തിയാൽ അതിലൂടെ ആ ഒരു പേഷ്യന്റിന് ഈ ഒരു ഡോക്ടറുടെ അടുത്ത് ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെ? അപ്പൊ അവിടെ ഒരു ട്രസ്റ്റ് ആ ഒരു പേഷ്യന്റ് ഈ ഒരു ഡോക്ടറിൽ ഉണ്ടായാൽ ഒരു വിശ്വാസമുള്ളപ്പോൾ നമ്മൾ എന്നും തുറന്നു പറയും, ഇല്ലേ? നമുക്കൊരു വിശ്വാസം വന്നാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ആ ഒരു പേഷ്യന്റ് ആ ഒരു ഭയമൊക്കെ മാറ്റി തുറന്നു പറയാനായിട്ടുള്ള ഒരു മനസ്സ് കാണിക്കും, അല്ലെ? അപ്പൊ അതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രാക്ടീഷണർ എന്ത് ചെയ്യണം? കുറച്ച് സമയം ആ ഒരു ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ആ പേഷ്യൻസിനോട് ഒരു ഇടപെടൽ നടത്തി അവരോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ആശയവിനിമയം നടത്തുക. അതിലൂടെ ആ പേഷ്യൻസിന് ആ ഒരു ഡോക്ടറോട് ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു.
And by reducing their patients' fear early on, these healthcare professionals make sure that their patients are strengthened with the information they require to take charge of their own health. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയുള്ള ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അതിന് മുമ്പ് നടക്കുന്നത് കൊണ്ട് തന്നെ പേഷ്യൻസിന് ആ ഒരു ഭയമൊക്കെ മാറ്റി ഈ ഒരു ഹെൽത്ത് പ്രൊഫഷണലോട് അവരെ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഭയമൊക്കെ മാറ്റി അവരെ കുറച്ചും കൂടി ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു ആശയവിനിമയം അവരെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയത്തിന് ശേഷം ആ ഒരു വ്യക്തിക്ക് ആ ഒരു പേഷ്യന്റിന് മനസ്സിലാവാണ് എന്റെ ഹെൽത്ത് ഞാൻ തന്നെയാണ് നോക്കേണ്ടത് അല്ലെ. ഇപ്പൊ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് അത് അറിയാൻ പറ്റില്ല, നമ്മൾ പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ആ എന്റെ ഹെൽത്ത് ഞാൻ തന്നെയാണ് നോക്കേണ്ടത്, എനിക്കിത് തുറന്ന് പറഞ്ഞാൽ മാത്രമേ അത് എത്രയും വേഗം കണ്ടെത്തി മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നടത്തി മാറ്റാനും പറ്റുള്ളൂ എന്നൊരു ചിന്ത ആ ഓരോ പേഷ്യൻസിനും ഉണ്ടാക്കുകയും അതിലൂടെ കൃത്യമായിട്ട് അവർ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആരിലേക്ക് ഷെയർ ചെയ്യാൻ അവർ ശ്രമിക്കും, ആ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിനോട് ഷെയർ ചെയ്യാനും അവര് ശ്രമിക്കുന്നു. അതാണ് ശരിക്കും ഇവരുടെ ഡെവലപ്പ് റാപ്പോർട്ട് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ബന്ധം നിലനിർത്തുക അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നതിലൂടെ പറയുന്നത്. പേഷ്യൻസിനെ ഭയം മാറ്റി പേഷ്യൻസിനെ കുറച്ചുകൂടി നല്ല രീതിയിൽ അവർക്ക് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ നടത്തുക, അതിലൂടെ ആ പ്രാക്ടീഷണേഴ്സ് എന്ത് ചെയ്യുന്നു, ഒരു സെൻസ് ഓഫ് ട്രസ്റ്റ്, ഒരു വിശ്വാസം അവരിൽ ഉണ്ടാക്കിയെടുക്കുന്നു. അവരുടെ ആ ഒരു ഭയത്തെ കളഞ്ഞ് അവർ സ്വയമായിട്ട് അവരുടെ ഹെൽത്ത് അവർ തന്നെ നോക്കണം. അപ്പൊ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് തുറന്ന് പറയും, എന്നാൽ മാത്രമാണല്ലോ അതിനൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി എല്ലാ ഇൻഫർമേഷൻസും ഇവരെന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് അവരത് ആ ഒരു ഹെൽത്ത് പ്രൊഫഷണലിനോട് ആ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. ക്ലിയർ ആണോ? ഡെവലപ്പർ ഓക്കെ ആണോ? ഓക്കെ. അടുത്തതാണ് മേക്ക് ഇറ്റ് പേഴ്സണൽ. മേക്ക് ഇറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? വ്യക്തിഗതമാക്കുക അല്ലെ, വ്യക്തിഗതമാക്കുക. The healthcare professionals who try to keep eye contact with their patients rather than verbally looking at computer screens and charts display their dedication to the patient. നമുക്കറിയാം, നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ റൂമിൽ കയറുമ്പോൾ ആ ഡോക്ടർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോടൊന്ന് സംസാരിക്കുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പേര്, എവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഏജ് എത്രയാണ്, നമുക്ക് ജസ്റ്റ് എന്താണ് നിങ്ങളുടെ ഒരു പ്രോബ്ലം എന്ന് ചോദിച്ചിട്ട് ആ ഒരു സമയം നമ്മുടെ ഫേസിലേക്ക് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവര് നമ്മുടെ ഫേസിലേക്ക് നോക്കുന്നേയില്ല, മറിച്ച് അവര് എന്ത് ചെയ്യുന്നു, ആ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കോ അവ്യക്തമായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നുണ്ടാവാം. അതല്ലാതെ ആ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ചാർട്ടിലേക്കോ മാത്രമാണ് നോക്കുന്നതെങ്കിൽ നമുക്കൊരു എന്താണ് തോന്നുക, നമ്മളെ അത് ശ്രദ്ധിക്കുന്നുണ്ടെന്നൊരു ഫീലിംഗ് നമുക്ക് വരുമോ? നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടുമോ? ഇല്ല അല്ലെ. അപ്പൊ ഇവിടെ ഏതൊരു പേഷ്യന്റ് ചെല്ലുമ്പോഴും ഒരു ഹെൽത്ത് പ്രൊഫഷണൽ എന്ത് ചെയ്യണം, ആ പേഷ്യൻസുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. അപ്പൊ നമ്മളോട് അല്ലാതെ അവ്യക്തമായിട്ട് ഒരു നോക്കുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയം മുഴുവൻ അവർ ആ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നോക്കിയോ അല്ലെങ്കിൽ ചാർട്ടിലേക്ക് നോക്കിയോ ഒന്നും അല്ല നമ്മളോട് സംസാരിക്കേണ്ടത്. ഡിസ്പ്ലേയിങ് ദെയർ ഡെഡിക്കേഷൻ ടു ദ പേഷ്യൻസ്. അപ്പൊ ആ ഒരു ഐ കോണ്ടാക്ട് എപ്പോഴും നിലനിർത്തുന്നതിലൂടെ ആ പേഷ്യൻസിനോടുള്ള അവരുടെ ആ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സമർപ്പണം എത്രത്തോളം ഉണ്ടെന്ന് അതിലൂടെ നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കും. Some practitioners may select to have a medical scribe in the room for this very reason. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചില ഹോസ്പിറ്റലുകൾ ഡോക്ടേഴ്സിനടുത്ത് മെഡിക്കൽ സ്ക്രൈബുകൾ ഇരുന്നത് നോട്ട് ചെയ്യുന്നത്? കണ്ടിട്ടുണ്ടോ? നമ്മൾ ആ കാര്യങ്ങൾ പറയുമ്പോ അവരായിരിക്കും അത് നോട്ട് ചെയ്തെടുക്കാം. കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? മിക്ക ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉണ്ട് കേട്ടോ, മിക്ക ഹോസ്പിറ്റലുകളിലും ഉണ്ട്. അതെന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഡോക്ടറുടെ അടുത്ത് പറയുമ്പോൾ അവരത് നോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു പേഷ്യന്റിനെ ചിലപ്പോൾ അത്രയും സമയം ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മിക്ക പ്രാക്ടീഷണേഴ്സും അവരുടെ ഒരു അസിസ്റ്റന്റിനെ പോലെ ഈ മെഡിക്കൽ സ്ക്രൈബിനെ ആ ഒരു റൂമില് ഈ ഒരു കാരണത്തിന്റെ പേരിൽ എടുത്ത് വിച്ച് അലോ ദം ടു ലിസൺ വിത്ത് ദെയർ ഐസ്. ഇവർക്ക് ആ ഒരു സമയം അവരത് നോട്ട് ചെയ്തോളൂ. ആ സമയം നേരിട്ട് നല്ലൊരു ഐ കോണ്ടാക്റ്റിലൂടെ ആ ഒരു വരുന്ന പേഷ്യൻസിന്റെ കണ്ണിൽ നോക്കി അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനും കാര്യങ്ങൾക്കും സാധിക്കും. While the
സ്ക്രൈബ് ടേക്ക് നോട്ട്സ്. അപ്പൊ ആ ഒരു സമയത്ത് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ എഴുതുന്നതും എടുക്കുന്നതും ആ ഒരു സ്ക്രൈബ് ആയിരിക്കും. ഈ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അവരുമായിട്ട് ആ ഒരു ആശയവിനിമയം, ഐ കോണ്ടാക്റ്റിലൂടെ ആ ഒരു ആശയവിനിമയം നടത്തുകയായിരിക്കും ചെയ്യുക. സെയിം പേഷ്യൻസ് may also help individualize and personalize the patient experience. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മളോട് ആ ഒരു ഡോക്ടർ നമ്മുടെ പേര് വിളിച്ച് നമ്മളെ എന്ത് ചെയ്യുന്നു, നമ്മൾ ചില ഡോക്ടേഴ്സ് പറയാറില്ലേ, ഇന്ന വ്യക്തി എന്നുള്ള ആ ഒരു പേര് പരാമർശിച്ചിട്ട് പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം, ഇല്ലേ, ചോദിക്കൂലേ അങ്ങനെ. അപ്പൊ ആ ഒരു വ്യക്തി, അതായത് നമ്മുടെ പേരെടുത്ത് പറയുമ്പോഴും കുറച്ചും കൂടി നമുക്കൊരു വ്യക്തിഗതമായിട്ടുള്ള ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അവർ നടത്തുന്നത്. ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ അത് കൂട്ടാൻ സഹായിക്കും. ലൈക്ക് ജസ്റ്റ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക് വാട്ട് മാറ്റേഴ്സ് ടു യു. ഇപ്പൊ എപ്പോഴും ഒരു ഡോക്ടർ ആദ്യം തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം അല്ലെങ്കിൽ നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് എന്ത് രോഗത്തിന് നിങ്ങളിവിടെ വന്നിരിക്കുന്നതിനല്ല ആദ്യം ചോദിക്കേണ്ടത്, മറിച്ച് ആദ്യം നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്, അല്ലെ. അപ്പൊ അതിനുവേണ്ടി പൊതുവായിട്ടുള്ള അല്ലെ എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് നിങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് എന്തിനാണ്. ഹെൽത്തിനാണെങ്കിൽ അത് ഹെൽത്തിനാണെന്ന് പറയും. അപ്പൊ നമ്മുടെ പ്രിഫറൻസ് എന്താണ്, നിങ്ങളുടെ ഹെൽത്തുമായിട്ടുള്ള നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ നിങ്ങളുടെ ആശങ്കകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നുമായിരിക്കണം പ്രധാനപ്പെട്ട ഇഷ്യൂവിലേക്ക് എത്തേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള രീതിയിൽ ഒരു ഐ കോണ്ടാക്ട് നിലനിർത്തി നല്ല രീതിയിൽ പേഷ്യൻസുമായിട്ട് ഒരു മേക്ക് ഇറ്റ് പേഴ്സൺ, എപ്പോഴും അതൊരു വ്യക്തിഗതമായിട്ടുള്ള ഒരു പരിചരണമായിട്ട് ഓരോ പേഷ്യൻസിനും ഫീൽ ചെയ്യുന്ന രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. അതിനുവേണ്ടി അവർ മിക്ക പ്രാക്ടീഷണേഴ്സും അവരുടെ റൂമുകളിൽ മെഡിക്കൽ സ്ക്രൈബുകളെ ഇരുത്താറുണ്ട്. അവരായിരിക്കും ആ നോട്ട്സും കാര്യങ്ങളും എഴുതിയെടുക്കുന്നത്. മറിച്ച് ആ ഒരു പ്രാക്ടീഷണർ എപ്പോഴും നമ്മുടെ ആ ഒരു പേഷ്യൻസുമായിട്ട് നല്ലൊരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്ത് അവരുടെ ആ ഒരു പേഷ്യന്റിനോടുള്ള ഒരു ഡെഡിക്കേഷൻ അവിടെ എന്ത് ചെയ്യുന്നു, അർപ്പിക്കുകയാണ് അല്ലെങ്കിൽ കാണിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? മേക്ക് ഇറ്റ് പേഴ്സണൽ. ഓക്കെ, അടുത്തത് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. പേഷ്യൻസിന് എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ നൽകുക. നോക്കിയേ, receiving a new diagnosis or an update to an existing one can be fearsome. ഇപ്പൊ നമുക്കറിയാം, പുതിയൊരു ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു രോഗനിർണയം ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അതൊരു ഭയപ്പെടുത്തുന്ന കാര്യമാണ്, അല്ലെ. ചിലപ്പോൾ പുതിയൊരു രോഗനിർണയം നമുക്ക് സ്വീകരിക്കണമെന്ന് നമുക്ക് തോന്നും. ഇപ്പൊ നമുക്കറിയാം, ചിലപ്പോൾ ഒരു CT സ്കാൻ ചെയ്യണം. അപ്പൊ ഓൾറെഡി നമുക്ക് മറ്റു എക്സ്റേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പൊ പിന്നെയും നമ്മുടെ അടുത്ത് പിന്നെ വന്ന് പറയാണ് നമുക്കൊരു CT കൂടി ചെയ്യണം അല്ലെങ്കിൽ ഒരു MRI സ്കാനും കൂടി ചെയ്യണം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്കാണെങ്കിലും ഒരു ഭയം ഉണ്ടാകാം, അല്ലെ. അതുപോലെ തന്നെ നിലവിലുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ പ്രൊസീജിയേഴ്സിൽ കുറച്ചും കൂടി അപ്ഗ്രഡേഷൻസ് ചെയ്ത് കുറച്ചും കൂടി വലിയ രീതിയിലുള്ള പ്രൊസീജിയറോ കാര്യങ്ങളോ ചെയ്യണമെന്ന് പറയുമ്പോഴൊക്കെ ചിലപ്പോൾ ചെറിയ രീതിയിലാണെങ്കിലും ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആദ്യം തന്നെ യൂസ് ഓഫ് നോൺ medical language and teach that methods help improve communication and increase a patient's grasping of their health condition. എപ്പോഴും നമുക്കറിയാം, അവര് പറയുന്ന ചില ടേംസ് ഒന്നും നമുക്ക് മനസ്സിലാവില്ല, ഇല്ലേ. മെഡിക്കൽ ടേംസ് നമുക്ക് ആ ഒരു ലാംഗ്വേജ് അറിയാത്തത് കൊണ്ട് തന്നെ ഒരു നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ പറയണം. സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് എന്താണ് ആ ഒരു കണ്ടീഷൻ എന്ന് മനസ്സിലാവും. അല്ലാതെ അവരുടെ ആ ഒരു മെഡിക്കൽ ടേംസിൽ പറഞ്ഞാൽ പല കണ്ടീഷനും നമുക്ക് മനസ്സിലാവോ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇത് പഠിച്ചത് കൊണ്ട് കുറച്ചൊക്കെ ടേംസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, അല്ലേ. ഇത് പഠിച്ചതിന്റെ ബേസിസിൽ നിങ്ങൾ പഠിച്ച മിക്ക ചാപ്റ്ററിലും പരാമർശിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പൊ കേൾക്കുമ്പോൾ ഒന്ന് മനസ്സിലാവും, ഇല്ലേ. അതേസമയം അല്ലാത്തൊരു വ്യക്തിക്ക് അവര് പറയുന്ന ആ ഒരു മെഡിക്കൽ ടേംസ് എന്താണെന്ന് പോലും ചിലപ്പോ മനസ്സിലാവില്ല, ഇല്ലേ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവരുത്. എപ്പോഴും അവിടുത്തെ മെഡിക്കൽ ടീമുകള് ഒരു പേഷ്യൻസിനോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവർ മെഡിക്കൽ ടേംസ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഉപയോഗിച്ചല്ല സംസാരിക്കേണ്ടത്, മറിച്ച് നോൺ മെഡിക്കൽ ലാംഗ്വേജുകളിൽ അവരെ ആവശ്യമായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നല്ലൊരു ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻസ് അവർക്ക് കൊടുക്കുക. ആ ഇൻക്രീസ് എ പേഷ്യൻസ് ഗ്രാസ്പിംഗ് ഓഫ് ദർ ഹെൽത്ത് കണ്ടീഷൻ. അപ്പൊ അവർക്ക് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെ. അല്ലാതെ ഒരു മെഡിക്കൽ ടേം പറഞ്ഞിട്ട് ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അതേസമയം ഒരു നോൺ മെഡിക്കൽ ലാംഗ്വേജ് ഉപയോഗിച്ചാണ് അവർക്ക് ആ ഒരു പഠനം അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് എങ്കിൽ അവരുടെ ആ ഒരു ഹെൽത്ത് കണ്ടീഷനെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് ആ ഒരു കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട്
സഹായകമാണ്. And providing patients with written documentation that they can take home with them is also of importance and will help further lessen feelings of confusion or unease. അതുപോലെ തന്നെ ഇപ്പൊ പേഷ്യൻസിന് റിട്ടൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത് പറയുന്നത് മാത്രമല്ല എഴുതി നമുക്ക് എന്ത് ചെയ്യാം, റിട്ടൺ ഡോക്യുമെന്റേഷൻ അനുസരിച്ച് റിട്ടൺ ആയിട്ടുള്ള രേഖകളായിട്ട് നമുക്ക് കൊടുത്തുവിടാം. അവർ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് വേണമെങ്കിൽ അത് കൂടെ കൊണ്ടുപോവാം. ആ എഴുതി കൊടുത്തു വിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും ഫർദർ ആയിട്ട് പിന്നീട് എന്തെങ്കിലും ഫീലിങ്സോ കാര്യങ്ങളോ ചിലപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ, ഇത് തന്നെയാണോ എന്റെ രോഗം എന്നൊക്കെ അവർക്ക് ഒരു കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ വേറെ ഒരാളെ കൺസൾട്ട് ചെയ്ത് അവർക്ക് അത് നോക്കാനോ അത് സ്ഥിരീകരിക്കാനോ അവരുടെ ആ ഒരു കൺഫ്യൂഷനെ അല്ലെങ്കിൽ ആ ഒരു ആശങ്കയൊക്കെ കുറയ്ക്കാനോ ഒക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് എഴുതി രേഖാമൂലം കൊടുക്കുകയും ചെയ്യാം. Then generated positive patient experience by teaching the patients about their health and how to improve maturity. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എക്സ്പീരിയൻസ് മികച്ചതാക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും പേഷ്യൻസിന് നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ രോഗബോധവൽക്കരണങ്ങൾ അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കൊടുക്കണം. ഇപ്പൊ ആരോഗ്യസ്ഥിതി ഇപ്പൊ ഒരു രോഗമാണ് എങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ മെച്ചോർഡായിട്ട് കൈകാര്യം ചെയ്യാം, അല്ലെ? ഇപ്പൊ ഒരു രോഗമാണെന്ന് അറിയുമ്പോ ചില ആളുകൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി പോകും, അല്ലെ? ഭയങ്കരമായിട്ട് അവരെന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പേടിയൊക്കെ വന്ന് ഭയങ്കരമായിട്ട് അവര് വളരെ ഡൗൺ ആയി പോകും. അങ്ങനെയല്ല, അവര് എന്താണ് ഹെൽത്ത് കണ്ടീഷൻ എന്ന് അവരെ മനസ്സിലാക്കുകയും അതിനെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, എങ്ങനെ അതിനെ മെച്ചൂറായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന രീതിയിലുള്ള ഒരു പഠനം അല്ലെങ്കിൽ എന്ന രീതിയിലുള്ള ഒരു ടീച്ചിങ് മെത്തേഡ് കൂടി അവർക്ക് കൊടുക്കുക. അതിലൂടെ അങ്ങനെ ഒരു ബോധവൽക്കരണം കൂടി നടത്തുമ്പോഴാണ് ആ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മികച്ചതാക്കി എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദിയർ ബോഡി വർക്ക്സ്. അതുപോലെ തന്നെ പേഷ്യൻസിന് ഇപ്പൊ വൈ മേക്കിംഗ് certain choices can enhance or detract from their health gives the informed agency about their bodies. ഇപ്പൊ ചില ടെസ്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് നെഗറ്റീവ് ആയിട്ട് വന്നേക്കാം, അല്ലെ? ചില ടെസ്റ്റുകളോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതിന്റെ സൈഡ് ഇഫക്ട്സ് പോലെയൊക്കെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതാണ് ചിലത് നമുക്ക് ചില ചോയ്സുകൾ നമ്മൾ എടുക്കുന്ന ചില ഓപ്ഷൻസ് ചിലപ്പോ ചില ആളുകൾക്ക് ഓക്കെ ആയിരിക്കും, ചില ആളുകൾക്ക് ചിലപ്പോൾ അത് സ്യൂട്ട് ആവില്ല, അല്ലെ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും ബോഡി എങ്ങനെയുള്ളതാണ്, അവരുടെ ബോഡി കണ്ടീഷൻസിന്റെ വ്യത്യാസം അനുസരിച്ചാണ് അത് ചിലർക്ക് അനുയോജ്യമാവുന്നതും അനുയോജ്യമല്ലാതാവുന്നതും. അപ്പൊ അവരുടെ ബോഡി എങ്ങനെയാണ്, അവരുടെ ഓരോരുത്തരുടെയും ശരീരത്തെ കുറിച്ചും അതിന്റെ ആ ഒരു ശരീരം എങ്ങനെ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള കൃത്യമായ ഇൻഫർമേഷൻസ് കൂടി അവർക്ക് കൊടുക്കണം. അതിലൂടെ ഓരോ പേഷ്യൻസിനും നമ്മുടെ ശരീരം എങ്ങനെയാണ്, അതിന് എന്തൊക്കെ രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഡിട്രാക്ട് ആയിട്ട് നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്ന രീതിയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡുകൾ ചെയ്യുമ്പോഴാണ് എന്ന രീതിയിലുള്ള ഒരു പൂർണ്ണമായ ഒരു ധാരണ ആ പേഷ്യൻസിന് കൊടുക്കണം. ഫീൽ ലൈക്ക് ദ ഹോസ്പിറ്റൽ ഈസ് ദെയർ പാർട്ണർ ഇൻ ഹെൽത്ത്. എപ്പോഴും ഒരു പേഷ്യന്റിന് ഫീൽ ചെയ്യുന്നത് അവരുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട ഒരു പങ്കാളി ആരാണെന്ന് ഫീൽ ചെയ്യേണ്ടത്. ആരാണെന്ന് ഫീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ആണെന്ന് ഫീൽ ചെയ്യണം. ഇൻസ്റ്റെഡ് ഓഫ് അനദർ പേഴ്സൺ ടെല്ലിംഗ് ദം വാട്ട് ദേ ഷുഡ് ബി ഡൂയിങ് ഡിഫറെന്റ്ലി. അല്ലാതെ മറ്റൊരു വ്യക്തി നീ ഇന്നത് ചെയ്യും, നിന്റെ ആരോഗ്യമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ ഇന്നത് ചെയ്യൂ അല്ലെങ്കിൽ നീ ഇന്നത് ചെയ്യുന്ന മറ്റൊരാളോട് ഒരു അഭിപ്രായം ചോദിക്കാതെ നമ്മുടെ ആരോഗ്യത്തെ എന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട എന്റെ പങ്കാളി ആരാണെന്നാണ് ഫീൽ ചെയ്യുന്നത്? ഹോസ്പിറ്റൽ ആണെന്ന് ഫീലിംഗ് വരുത്തണം. അതാണ് ശരിക്കും എഡ്യൂക്കേറ്റ് പേഷ്യന്റിലൂടെ നമ്മൾ വരുത്തേണ്ട ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത്. ഒരു എഡ്യൂക്കേറ്റ് പേഷ്യന്റിൽ പ്രധാനമായിട്ടും രോഗികളെ ബോധവൽക്കരണം നടത്തുക, അതായത് അവരുടെ പേടിയോ കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ് എന്ന് കൃത്യമായിട്ട് നോൺ മെഡിക്കൽ ലാംഗ്വേജിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അതിനനുസരിച്ച് കൃത്യമായിട്ട് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ എന്താണ്, അവരുടെ ഓരോരുത്തരുടെയും ബോഡി എങ്ങനെയാണ്, ആ ബോഡിയിലെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള പ്രോസസ്സുകളിലൂടെ പോയാൽ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ഏതൊക്കെ നെഗറ്റീവായിട്ട് വരും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കുറിച്ചും ഒരു പൂർണ്ണമായ ഒരു ധാരണ ആ പേഷ്യൻസിന് കൊടുക്കുകയും അതിലൂടെ
അവരുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറായിട്ട് ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് എപ്പോഴും അവരുടെ മനസ്സിൽ വരുത്തുന്ന രീതിയിൽ രോഗികളെ നല്ല രീതിയിൽ ബോധവൽക്കരണം നടത്തുകയാണ് എഡ്യൂക്കേറ്റ് ദ പേഷ്യന്റ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് എൻഷുവർ ക്ലീനിനെസ് അല്ലെ. നമുക്കറിയാം ഒരു ശുചിത്വം ഉറപ്പുവരുത്തുക. ഏതൊക്കെ ഹോസ്പിറ്റലിലെ സിറ്റുവേഷനും വളരെ ശുചിത്വം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലെ. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ആ ഒരു അന്തരീക്ഷം തന്നെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരും അല്ലെ. അപ്പൊ ഇവിടെയും അതായത് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ ആകുമ്പോ നോ പേഷ്യൻസ് നീഡ് ടു റിസീവ് കെയർ ഇൻ എ സിറ്റുവേഷൻ ദാറ്റ് ഡസന്റ് ഫീൽ സേഫ് ആൻഡ് സാനിറ്ററി. ഇപ്പൊ നല്ല ശുചിത്വമില്ലാത്ത സുരക്ഷിതമല്ലാത്ത ഒരു ഹോസ്പിറ്റൽ അന്തരീക്ഷമാണെങ്കിൽ അവിടെ നിന്ന് ഏതെങ്കിലും പേഷ്യൻസ് കെയർ റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് പരിചരണം അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ തയ്യാറാവുമോ? നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, നീറ്റ് ആൻഡ് ക്ലീൻ ഒന്നും അല്ല, ഭയങ്കരമായിട്ട് ഡെർട്ടി ആയിട്ട് കിടക്കുന്നു ഇല്ലേ, നമ്മൾ അപ്പൊ ഒരിക്കലും അവിടെ നിന്ന് കെയർ എടുക്കാന്ന് ഒരിക്കലും താല്പര്യം കാണിക്കില്ല അല്ലെ. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിങ് സാനിറ്റേഷൻ ഇൻ ഓൾ ഏരിയാസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ, ആ ഒരു സ്ഥാപനത്തിലെ എല്ലാ ഇടങ്ങളിലും കൃത്യമായിട്ടുള്ള ശുചിത്വ പരിപാലനങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക. ആൻഡ് ഫ്രം ദ വെയിറ്റിംഗ് റൂം ടു ദ ഫിസിഷ്യൻ ഓഫീസ്, വെയിറ്റിംഗ് റൂമുകളില് ഫിസിഷ്യൻ ഓഫീസുകളില് അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഇടങ്ങളിലും ഹെൽപ്പ് ദ സേഫ് ഗാർഡ് പേഷ്യൻസ് ആൻഡ് പുട്ട് ദം അറ്റ് ഈസ്. എപ്പോഴും രോഗികളെ സുരക്ഷിതമാക്കാനും അതുപോലെ തന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് വേണ്ടിയും അല്ലെ. നമുക്ക് അങ്ങനെ മോശമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. നമ്മൾ ആ ഒരു പോയിരിക്കുന്ന അസുഖത്തെ കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു എൻവയോൺമെന്റ് ആ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ നമുക്ക് വരും. അതേസമയം നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് ഒരുപാട് ആശ്വാസം നമുക്ക് അതിൽ തന്നെ കിട്ടും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ആശ്വാസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുകൾ കുറച്ച് വരുന്ന പേഷ്യൻസിനെ വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് നിലനിർത്താനും അതിന് സഹായിക്കുന്നതിന് വേണ്ടി വെയിറ്റിംഗ് റൂമുകളില് ഫിസിഷ്യൻ ഓഫീസുകളിൽ മുതലായ ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലും എന്ത് ചെയ്യണം, ആ ഒരു ശുചിത്വം കൃത്യമായിട്ട് പാലിക്കണം. ക്ലിയർ ആണോ? എൻഷുവർ ക്ലീൻനെസ്. അടുത്തത് അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റം. പഴയതായിട്ടുള്ള കാലഹരണപ്പെട്ട സംവിധാനങ്ങൾ അല്ലെങ്കിൽ സിസ്റ്റങ്ങളൊക്കെ എന്ത് ചെയ്യുക, കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യുക, നവീകരിക്കുക. When it comes to improving the patient experience, upgrading outdated internal system is important. അപ്പൊ എപ്പോഴും ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്തുക എന്നൊരു ചിന്താഗതിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഒരു കാലഹരണപ്പെട്ട അല്ലെങ്കിൽ പഴയതായിട്ടുള്ള നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള സിസ്റ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, കുറച്ചുകൂടി നവീകരണങ്ങൾ നടത്തുക അല്ലെങ്കിൽ അപ്ഡേറ്റ് ആക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ഇവൻ സ്മോൾ അപ്ഡേറ്റ്സ് ടു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ്. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ചെറിയ ചെറിയ അപ്ഡേഷൻസ് നടത്താം അല്ലെ. മുൻപ് നമ്മൾ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയ രീതിയൊന്നും അല്ല അല്ലെ. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ വെയിറ്റിംഗ് റൂമിലെ സൈനേജ് ബോർഡുകളില് അവിടുത്തെ സംവിധാനങ്ങളിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക. ആ നഴ്സ് കോൾ ബട്ടനുകളിൽ എന്താണ് വ്യത്യാസം, പെട്ടെന്ന് നമുക്ക് നഴ്സുകളെ വിളിക്കാൻ വേണ്ടി അങ്ങനെയുള്ള അപ്ഡേഷൻസ് നടത്തുക. ഹാവ് എ സിഗ്നിഫിക്കന്റ് ഇൻഫ്ലുവൻസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന് ഒരിക്കലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പഴയ സംവിധാനങ്ങളൊക്കെ മാറ്റി അതൊക്കെ കുറച്ചും കൂടി അപ്ഡേറ്റ് ചെയ്ത് നവീകരണം നടത്തുന്നതിലൂടെ അപ്പൊ പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ് സംവിധാനങ്ങളിൽ ചെറിയ അപ്ഡേറ്റുകൾ നടത്തുക. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂമിലെ സൈനേജുകളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ അപ്ഡേഷൻസ് നടത്തുക. അതുപോലെ തന്നെ നഴ്സ് കോൾ ബട്ടനുകളുമായി ബന്ധപ്പെട്ട് ഉടനെ അവരെ വിളിച്ച് നമുക്ക് റൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ റൂമുകളിലും കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങളിലൂടെ പോലും ആ ഒരു പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വാധീനിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അപ്ഗ്രേഡ് ഔട്ട്ഡേറ്റഡ് സിസ്റ്റംസ്. ഓക്കെ. അടുത്തത് ബി പങ്ക്ച്വൽ. എന്താണ്? വളരെ ഒരു പങ്ക്ച്വൽ ആയിരിക്കുക, അതുപോലെ തന്നെ സമയനിഷ്ഠത പാലിക്കുക എന്നുള്ളത് അല്ലെ. പങ്ക്ച്വാലിറ്റി റിവീൽസ് എ പ്രാക്ടീഷണേഴ്സ് റെസ്പെക്ട് ഫോർ എ പേഷ്യൻസ് ബിസി ഷെഡ്യൂൾ. ഇപ്പൊ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിരുന്നു, ഒരു ഡോക്ടറെ കാണാൻ വേണ്ടി. ഇപ്പൊ ഡോക്ടർ സാധാരണ ഒരു സമയം പറഞ്ഞിട്ട് ഒരു 10 മണിക്കാണ് ഡോക്ടർ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഡോക്ടേഴ്സ് 10 മണിക്ക് എത്താറുണ്ട്. അവർ എല്ലാ ഡോക്ടേഴ്സും പങ്ക്ച്വൽ ആണ്. എല്ലാ ഡോക്ടേഴ്സും പങ്ക്ച്വൽ ആണ്. ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഡോക്ടർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും അല്ലെ.
ഈ ഒരു പങ്ക്ച്വാലിറ്റി അല്ലെങ്കിൽ സമയനിഷ്ഠത എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ആ പേഷ്യൻസ് വന്നിരിക്കുന്ന അവർക്കും സമയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. വരുന്ന പേഷ്യൻസിന്റെ സമയം ഇമ്പോർട്ടന്റ്. അവർ ആ പേഷ്യൻസ് വന്നിരിക്കുന്നത് ഡോക്ടറെ കാണാൻ വേണ്ടി എത്ര സമയം അവര് ഇതാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ബിസി ഷെഡ്യൂൾ അല്ലെങ്കിൽ ആ ഒരു ബിസി ഷെഡ്യൂള് അവർക്കുമുണ്ട്. അവരുടെ ആ ഒരു സമയത്തെ ഒരു റെസ്പെക്ട് ചെയ്യുക എന്നതാണ് ആ ഒരു പ്രാക്ടീഷണർ വളരെ സമയനിഷ്ഠത പാലിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രാക്ടീഷണർ വളരെ കൃത്യസമയത്ത് അവരവിടെ എത്തുന്നു. അവരുടെ ആ ഒരു കൺസൾട്ടേഷൻ കൃത്യസമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ഡോക്ടർ വളരെ പങ്ക്ച്വലാണ്, സമയനിഷ്ഠത പാലിക്കുന്ന ഒരാളാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവരെന്തുകൊണ്ടാണ് ആ സമയനിഷ്ഠത പാലിക്കുന്നത്? അവരുടെ വന്നിരിക്കുന്ന അവിടെ കാണാൻ വന്നിരിക്കുന്ന ഓരോ പേഷ്യൻസിനും അവരുടെ ബിസി സമയമാണ് ആ ഒരു കളഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ അത്രയും സമയം അവരുടെ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അവരെ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അവരുടെ ആ ഒരു ബിസി ഷെഡ്യൂളിനെ ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ ഒരു ബഹുമാനം കൊടുക്കുന്നതാണ് കൃത്യമായിട്ട് ആ ഒരു പങ്ക്ച്വാലിറ്റി പാലിക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. ഇഫ് ആൻ ഓർഗനൈസേഷൻ finds it difficult to see patients in timely manner, ഒരു ഓർഗനൈസേഷന് അവർക്കൊരു സമയബന്ധിതമായിട്ട് അവിടുത്തെ പേഷ്യൻസിനെ കൺസൾട്ടേഷന് വേണ്ടി കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എങ്കിൽ they may require to examine their scheduling process and staffing needs. അപ്പൊ അവരെപ്പോഴും അവരുടെ സ്റ്റാഫുകളുടെ ആവശ്യകതകളോ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഷെഡ്യൂളിംഗ് പ്രോസസ്സോ കാര്യങ്ങളോ ഒന്നും കൂടി പരിശോധിക്കുക. അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള ഒരു സമയബന്ധിതമായ രീതിയിൽ തന്നെ നിർബന്ധമായിട്ടും അവിടുത്തെ പേഷ്യൻസിന് ആ ഒരു കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി അങ്ങനെ കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെയുള്ള മറ്റു പ്രോസസ്സുകൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഒന്നും കൂടി പരിശോധിച്ച് അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് പരിഹരിക്കേണ്ടത് ആ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയും. ക്ലിയറാണോ? ബി പങ്ക്ച്വൽ. ഓക്കെ, അടുത്തതാണ് സെറ്റ് എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ സജ്ജമാക്കുക. അതായത് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ക്യാൻ ഹെൽപ്പ് സെറ്റ് ഹോപ്സ് ബൈ കീപ്പിംഗ് ഓൾ ദ ഇൻഫർമേഷൻ ഓൺ ദെയർ വെബ്സൈറ്റ്, പേഷ്യന്റ് പോർട്ടൽ ആൻഡ് പ്രിന്റഡ് കൊളാട്രൽ അപ് ടു ഡേറ്റ് ഓൾവേസ്. ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ വെബ്സൈറ്റിൽ കയറാം, അല്ലെങ്കിൽ ഒരു പേഷ്യന്റ് പോർട്ടലിൽ കയറുമ്പോൾ, അല്ലെങ്കിൽ അവിടെ പ്രിന്റഡ് ആയിട്ടുള്ള കൊളാട്രൽസ് അല്ലെങ്കിൽ നോട്ടീസുകൾ, ബ്രോഷേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽ വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നേരിട്ട് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ പോർട്ടലിലൊക്കെ കിട്ടും ഇല്ലേ. അവിടെ എന്തായിരിക്കും അതിൽ ഉൾപ്പെടുന്നത്? ആ ഒരു ഹോസ്പിറ്റലിൽ നൽകുന്ന സർവീസുകളെ കുറിച്ച്, അവിടുത്തെ ഫെസിലിറ്റികളെ കുറിച്ചൊക്കെ അവർ പുതിയതായിട്ട് കൃത്യമായിട്ട് അപ്ഡേഷൻസ് നടത്തുന്നില്ലേ? നടത്തുന്നുണ്ടോ? പുതിയ പുതിയ കൺസൾട്ടേഷൻ വന്ന ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, അവരുടെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് ഇല്ലേ? അപ്പോ ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ കയറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നോട്ടീസിൽ നമ്മൾ കണ്ടു, അതായത് ഇവിടെ ഇന്ന സർവീസുകളൊക്കെ കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. അപ്പൊ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് അല്ലെ. നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ലേ? ഇന്ന സർവീസുകളൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്, അപ്പൊ അതിനനുസരിച്ചുള്ള സർവീസുകൾ അവർ തരുന്നതായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ആ പ്രതീക്ഷയോടെ ആയിരിക്കില്ലേ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോവുക. സോ അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇൻക്ലൂഡിംഗ് ആൻ FAQ സെക്ഷൻ. FAQ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് അല്ലെ. സെക്ഷൻ ഓൺ പ്രിന്റഡ് ആൻഡ് ഡിജിറ്റൽ മെറ്റീരിയൽ ആൻഡ് ഡയറക്റ്റ് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻ. അപ്പൊ എപ്പോഴും ഇവിടെ ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു പോയിന്റിന്റെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മിസ് പറഞ്ഞുതരാം. ഇവിടെ എപ്പോഴും അങ്ങനെ ഒരു എക്സ്പെക്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു വെബ്സൈറ്റ് കയറി കണ്ടു കഴിഞ്ഞപ്പോ ഈ ഹോസ്പിറ്റലിൽ ഇന്ന ഫെസിലിറ്റി ഒക്കെ ഉണ്ട്, ഇന്ന സർവീസുകളുണ്ട്, ഇന്ന ഡോക്ടേഴ്സ് ഒക്കെ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റിയുള്ള കെയർ നമുക്ക് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ നല്ല സർവീസ് കിട്ടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടെയാണ് ഓരോ പേഷ്യൻസും ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെ. അപ്പൊ ആ പ്രതീക്ഷകൾക്ക് അനുസരിച്ചുള്ള സർവീസുകൾ ആര് കൊടുക്കണം? ആ ഹോസ്പിറ്റലിൽ കൊടുക്കണം അല്ലെ. അപ്പൊ എപ്പോഴും ആ വരുന്ന പ്രതീക്ഷകൾ, അവരുടെ എക്സ്പെക്ടേഷൻ എന്താണോ അതിനനുസരിച്ച് ഇവിടെ എന്തുണ്ടായിരിക്കണം? കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയാം. രണ്ടാമത്തത് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ. ഇപ്പൊ നമുക്കറിയാം ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ സെക്ഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ലിങ്ക് വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പൊ പ്രിന്റഡ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണമെങ്കിൽ ആ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് അല്ലെ, ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇപ്പൊ ലിങ്കോ കാര്യങ്ങളോ വഴി നമുക്ക് കയറി ചെയ്യാൻ പറ്റും.
അല്ലെങ്കിൽ പ്രിന്റഡ് ആയിട്ടുള്ള സർവേകൾ പോലെയുള്ള കാര്യങ്ങൾ വഴി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനുകളാണ്. ദാറ്റ് ഹൗ ടു റീഫിൽ, അതായത് ഹൗ ടു റീഫിൽ പ്രിസ്ക്രിപ്ഷൻ. ഇതൊക്കെ നമുക്കറിയാം. ചില ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഇപ്പൊ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഇത്ര ദിവസം വരെയും നമ്മൾ ഇന്ന മരുന്ന് കണ്ടിന്യൂ ചെയ്യണം, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു 3 ആഴ്ച, അതിനുശേഷം തിരിച്ചിനി കണ്ടാൽ മതി എന്ന് പറയൂ അല്ലെ? പറയാറില്ലേ ഡോക്ടേഴ്സ്? 2 or 3 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 1 മാസമൊക്കെ നിങ്ങൾ അത് കഴിച്ചിട്ട് വന്നാൽ മതി അല്ലെ? അതിനുശേഷം ആ 1 മാസം കഴിയുമ്പോൾ ഒന്ന് കൺസൾട്ട് ചെയ്താൽ മതി എന്ന് പറയാറില്ലേ? പറയാറുണ്ടോ? അങ്ങനെ പറയുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് ചിലപ്പോ ഫുൾ എമൗണ്ട് കൊടുത്ത് ആ ഒരു മെഡിസിൻ 1 മാസത്തേക്ക് വാങ്ങാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് ദിവസത്തേക്കുള്ള മരുന്ന് വാങ്ങിക്കും അല്ലെ? അത് കഴിഞ്ഞ് നമ്മൾ ഫാർമസിയിൽ നമ്മുടെ ഡോക്ടറെ കാണാതെ തന്നെ നമ്മൾ ഫാർമസിയിൽ അതിന്റെ ചീട്ടെടുത്ത് കൊണ്ട് കൊടുത്താൽ നമുക്ക് അതിന് മരുന്ന് തരാറില്ല അവര്? തരാറുണ്ടോ? റീഫിൽ പ്രിസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ അവിടെ നമുക്ക് അതുപോലെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു കൃത്യമായിട്ട് നമുക്ക് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ തരാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അങ്ങനെ ഒരു സൗകര്യമൊക്കെ ആ ഹോസ്പിറ്റലിലുണ്ടോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഒരു ഡോക്ടറെ കണ്ടു, അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട മരുന്നുകളോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് നമുക്ക് ഫാർമസിയിൽ ചെന്നാൽ നമുക്കത് തരുമോ? ആ ഒരു പ്രിസ്ക്രിപ്ഷനുള്ള കാര്യങ്ങൾ നമുക്ക് ഫിൽ ചെയ്ത് തരുമോ? ഇനി എത്ര ദിവസം കഴിഞ്ഞ് നമുക്ക് ഡോക്ടറെ കാണേണ്ട വരുന്ന ചില ആണെങ്കിൽ ഇത്ര ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണമെന്നാണെങ്കിൽ അത് കാണേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ അവിടെ ഹോസ്പിറ്റലുകൾ തരുന്നുണ്ടോ? അതുപോലെ തന്നെ റിസീവ് കെയർ ആഫ്റ്റർ അവേഴ്സ്. അതായത് ഇവിടെ ആഫ്റ്റർ അവേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ റെഗുലർ അവേഴ്സ് ഉണ്ട്, നമുക്ക് ട്രീറ്റ്മെന്റുകൾ തരുന്ന റെഗുലർ അവേഴ്സ് ഉണ്ട് അല്ലെ? ഡേ ടൈമിൽ നമുക്ക് ട്രീറ്റ്മെന്റുകൾ ഓൾമോസ്റ്റ് മിക്ക ട്രീറ്റ്മെന്റുകളും നമുക്ക് കിട്ടും ഇല്ലേ? ഇനി റെഗുലർ ടൈം അല്ലാതെ ചെല്ലുമ്പോ അതായത് ഇപ്പൊ ഒരു 24 hours എമർജൻസി സർവീസുകൾ നമുക്ക് ലഭ്യമാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു 24 hours നമുക്കൊരു എമർജൻസി സർവീസ് എപ്പോഴും ലഭ്യമായിട്ടുള്ളത്. റെഗുലർ ആയിട്ടുള്ള ആ ഒരു അവറുകളിൽ കിട്ടുന്ന ട്രീറ്റ്മെന്റുകൾ ആയിരിക്കില്ല നമുക്ക് അല്ലാത്ത സമയത്ത് അല്ലെ? അപ്പോൾ എമർജൻസി സർവീസുകൾ 24 hours ഉണ്ടോ? നമുക്കിപ്പോ ഒരു ഡേ ടൈമിലല്ല, നമ്മളൊരു അവറിലല്ല, നമ്മൾ റെഗുലർ ആയിട്ടുള്ള ഒരു അവറിലല്ല ചെന്നിരിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു ട്രീറ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുമോ? ഇങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ളതാണ് എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഓൾസോ പ്ലേ വൈറ്റൽ റോൾ ഇൻ അലൈനിങ് പേഷ്യൻസ് ഹോപ്സ് വിത്ത് ദെയർ എക്സ്പെക്ടൻസസ്. ഇതെല്ലാം ആ ഒരു ഹോസ്പിറ്റലിൽ നിന്നും ആളുകൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അവര് ഓക്കെയാണ്, അവരതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് എങ്കിൽ അതിലൂടെ പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? മിസ് പറഞ്ഞത് സെറ്റ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലൂടെ ഇവർ പറയുന്ന സർവീസുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും അത് പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള സർവീസ് ആര് കൊടുക്കണം? ആ ഹോസ്പിറ്റലുകാർ കൊടുക്കണം. അല്ല എങ്കിൽ ഇപ്പൊ നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി ഒരു ഹോസ്പിറ്റലിലേക്ക് പോയി, ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ അതിനനുസരിച്ചുള്ള സർവീസ് അവർ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള സർവീസുകളോ അല്ലെങ്കിൽ ആ ഡോക്ടേഴ്സോ അവിടെ അവൈലബിൾ അല്ല എങ്കിൽ നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കുമോ നമുക്ക്? അല്ല അല്ലെ? അതേസമയം നമ്മൾ പ്രതീക്ഷിതേക്കാൾ കൂടുതൽ നല്ല രീതിയിലുള്ള സർവീസുകൾ നമുക്ക് കിട്ടിയാൽ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നതിനേക്കാൾ ഉയർന്ന നിലവാരത്തിലായിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അല്ലെ? മനസ്സിലായോ സെറ്റ് എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളത്? ക്ലിയർ ആണോ? ഓക്കെ. അടുത്തത് ഗോ ഡിജിറ്റൽ. Hospital can do just about anything with a few taps on your phones. From paying our bills to looking at vaccination ആണ് കേട്ടോ. അവിടെ വാക്സിനേഷൻ ആണ്. നിങ്ങളെല്ലാം മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തേക്കാട്ടോ. അപ്പൊ അവിടെ ഗോ ഡിജിറ്റൽ. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഫോണിലൂടെ നമുക്ക് ചെറിയ കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താല് നമുക്ക് ഫോണിലൂടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? ഇല്ലേ? ഇപ്പൊ ഓൺലൈൻ തന്നെ കൺസൾട്ടേഷൻസും ഉണ്ട് ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? നമ്മുടെ വാക്സിൻസ് ബുക്ക് ചെയ്യാം അല്ലെ? നമ്മൾ കോവിഡ് വന്ന സമയത്ത് വാക്സിൻ ഒക്കെ ബുക്ക് ചെയ്തതല്ലേ ഓൺലൈനായിട്ട് അല്ലെ? അതുപോലെ വാക്സിൻ ബുക്ക് ചെയ്യാം, നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാം. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങള് ഇന്ന് നമുക്ക് ഡിജിറ്റലൈസ്ഡ് ആയതോടുകൂടി
ചെയ്യുന്നതോടുകൂടി നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓൾമോസ്റ്റ് മിക്ക കാര്യങ്ങളും നമുക്ക് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഡിജിറ്റലൈസിംഗ് യുവർ പ്രാക്ടീസ് ക്യാൻ ജനറേറ്റ് പ്രൊഫഷൻസീസ് ഫോർ യുവർ സ്റ്റാഫ് ആൻഡ് പേഷ്യന്റ് ദാറ്റ് മേക്ക് ബെറ്റർ എവരിവൺസ് എക്സ്പീരിയൻസ്. അപ്പൊ ഇങ്ങനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ അവിടെയുള്ള ജീവനക്കാരുടെയും പേഷ്യൻസിന്റെയും ആ ഒരു പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് അവരുടെ കഴിവ് വർദ്ധിപ്പിക്കാനും അതോടൊപ്പം തന്നെ അവരുടെ ഓരോരുത്തരുടെയും ആ ഒരു അനുഭവം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടി മികച്ചതാക്കാനും ഇത് സഹായകമാണ്. Then the right software allows you to digitalize every step of the patient's journey. അതുപോലെ തന്നെ ശരിയായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. അപ്പൊ നല്ല ശരിയായ റൈറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാൽ അതിലൂടെ നമുക്ക് ആ പേഷ്യൻസിന്റെ ജേർണിയുമായി ബന്ധപ്പെട്ട അവരുടെ യാത്രയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓരോ സ്റ്റെപ്പും നമുക്ക് ഡിജിറ്റലൈസ് ചെയ്യാൻ പറ്റും. ഫ്രം ഒരു അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നത് മുതൽ ബില്ല് എന്നാണ് കേട്ടോ അവിടെ ഡിഡക്റ്റ് ബിൽസ് എന്ന് പറഞ്ഞാൽ ബില്ലുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അവരുടെ ബില്ലുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് അടയ്ക്കുന്നത് വരെയുള്ള ആ ഒരു സ്റ്റേജസ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റെപ്പുകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യാനും നല്ല എക്സ്പീരിയൻസ് അതിലൂടെ ആ പേഷ്യൻസിന് കിട്ടാനും സഹായിക്കും. ക്ലിയർ ആണോ? ഡിജിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിക്രീസ് വെയിറ്റ് ടൈംസ്. ഒരുപാട് വെയിറ്റ് ടൈംസ് എന്ത് ചെയ്യാൻ പാടില്ല, പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല, അത് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് ഡിക്രീസ് ദ എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് പേഷ്യൻസ് സ്പെൻഡ് ഇൻ വെയിറ്റ് റൂംസ്. ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെയിറ്റിംഗ് റൂമിൽ പേഷ്യൻസിന് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യിപ്പിക്കാതെ അത് ആ ഒരു സമയം എന്ത് ചെയ്യുക, കുറയ്ക്കുക. പ്ലാൻ ടു ഗെറ്റ് റിഡ് ഓഫ് ടൈം സ്പെൻഡ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രം അപ്പോയിന്റ്മെന്റ്സ്. അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അല്ലെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന്റെ ആ ഒരു ട്രാവലിംഗ് സമയം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. റിമൂവ് സ്ട്രെസ് ആൻഡ് അറ്റൻഡൻസ് ബാരിയേഴ്സ് ഫോർ മെനി പേഷ്യൻസ്. അതായത് അതിനൊക്കെ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ചില ആളുകൾക്ക് ഇപ്പൊ നമ്മൾ ആ ഒരു കൃത്യസമയത്ത് എത്തിയാൽ മാത്രമേ അപ്പോയിന്റ്മെന്റുകൾ കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ട് അല്ലെ ഹോസ്പിറ്റലുകളില്, ഇല്ലേ? നമ്മൾ ചില ഹോസ്പിറ്റലിലേക്ക് നമുക്ക് നേരത്തെ വെളുപ്പിനെ നമ്മൾ എണീറ്റ് രാവിലെ പോണ്ടി വരും അല്ലെ ഒരു അപ്പോയിന്റ്മെന്റിനൊക്കെ കിട്ടണമെങ്കിൽ. നമുക്കൊരു സ്ട്രെസ് ആണ്, കാരണം നമ്മൾ ആ ഒരു സമയത്ത് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കാതെ വരാം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രെസ് ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടി അതുപോലെ അറ്റൻഡൻസ് ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? അറ്റൻഡൻസ് ബാരിയർ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയില്ലേ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ചെന്നാൽ ഇപ്പൊ ആദ്യമൊക്കെ ഒരു മാസമൊക്കെ ഒരു സീറ്റ് എടുത്താല് ഒരു മാസം വരെ അതിന്റെ ഒരു വാലിഡിറ്റി ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പൊ എന്താ 15 ദിവസവും 14 ദിവസമൊക്കെയാണ് അതിന്റെ വാലിഡിറ്റി വരുന്നത് അല്ലെ, ആണോ? അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഫീസ് അടച്ചത് റിന്യൂ ചെയ്യേണ്ടതായിട്ട് വരും, ഇല്ലേ? വരാറുണ്ടോ? ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് അറിയാൻ പറ്റില്ലേ, റിന്യൂ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഒരു അറ്റൻഡൻസ് ബാരിയേഴ്സ് അപ്പൊ ചിലപ്പോൾ നമുക്കിപ്പോ ഒരു 14 ദിവസത്തെ ആണെങ്കിൽ 13ാമത്തെ ദിവസം പോയാലും നമുക്കത് ചെയ്യാനില്ല, 14 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാലും കിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പേഷ്യൻസിന് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പേഷ്യൻസിന് കുറയ്ക്കുന്നതിന് വേണ്ടി അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരിക. നമുക്കിപ്പോ നമ്മുടെ ഡിജിറ്റലൈസ്ഡ് ആവുക എന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് വീട്ടിൽ എന്തെങ്കിലും അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ നമുക്ക് അത് അങ്ങോട്ട് പോകുന്നതിന്റെയും ഇങ്ങോട്ട് വരുന്ന ട്രാവലിന്റെ സമയം കുറയ്ക്കാൻ പറ്റില്ലേ? പറ്റുമോ? അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്ട്രെസ് കുറയ്ക്കില്ലേ? കുറെ സ്ട്രെസ് നമുക്ക് വളരെ സ്ട്രെസ് കുറഞ്ഞു കിട്ടൂലേ? അതുപോലെ കൃത്യസമയത്ത് ഈ ഒരു ദിവസത്തിന് മുൻപ് തന്നെ നമുക്ക് ആ ഒരു അറ്റൻഡൻസ് കാര്യങ്ങൾ, അതായത് ആ ഒരു റിന്യൂ ചെയ്യാനും പുതിയതായിട്ട് ആ ഒരു ബുക്ക് ചെയ്യാനും ചെല്ലാനും അല്ലെങ്കിൽ ആ ഒരു കൺസൾട്ടേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്കിപ്പോ ഓൺലൈൻ ആയിട്ടൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ പോയി വരുന്ന ആ ഒരു സമയവും കാര്യങ്ങളും വെയിറ്റിംഗ് ടൈമും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് പേഷ്യന്റ് രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ലോങ്ങർ വെയിറ്റ് ടൈംസ്. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ ചെയ്യാനും കുറെ സമയം നമ്മൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് വരാറുണ്ട്. സോ ഹോസ്പിറ്റൽ ക്യാൻ യൂസ് സെക്യൂർ ഓൺലൈൻ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു ഓൺലൈൻ പ്രോഗ്രാം ഉപയോഗിക്കുക. ലെറ്റ് ദ പേഷ്യൻസ് കംപ്ലീറ്റ് ആൻഡ് സബ്മിറ്റ് ദെയർ രജിസ്ട്രേഷൻ പേപ്പർ വർക്ക് ബിഫോർ ദെയർ അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റിന് മുൻപായിട്ട് ഓൺലൈൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കുകയും അതിലൂടെ ആ പേഷ്യൻസിന് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കാനും സബ്മിറ്റ് ചെയ്യാനും സാധിച്ചാൽ ഫർദർ ഡിഡക്റ്റിംഗ് ടൈം സ്പെൻഡ് ഇൻ ദ വെയിറ്റിംഗ് റൂം. അതുപോലെ
അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സമയമൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഒരു രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പേപ്പർ വർക്ക് ചെയ്യുന്നതിന്റെ ആ ഒരു സമയമൊക്കെ കുറയ്ക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, സുരക്ഷിതമായിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുക. അതിലൂടെ പേഷ്യൻസിന് കയറി അവരുടെ ഇൻഫർമേഷൻസ് ഒക്കെ കൊടുത്ത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാനും സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അതിലൂടെ അവരുടെ ആ ഒരു വെയിറ്റിംഗ് ടൈം കുറയ്ക്കാനും സാധിക്കും. ക്ലിയർ ആണോ? ഡിക്രീസ് വെയിറ്റ് ടൈംസ്. ഓക്കെ, അടുത്തത് ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. നല്ല രീതിയിൽ പേഷ്യൻസ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഷുഡ് ബി അറ്റ് കോർ ഓഫ് എവറിത്തിങ് ദ ഹോസ്പിറ്റൽ ആൻഡ് ദ സ്റ്റാഫ് ഡു. അല്ലെ, എപ്പോഴും അറിയാം നമ്മുടെ ഒരു പേഷ്യൻസ് ഒരു ഹോസ്പിറ്റൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റാഫുകൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഏറ്റവും കോർ ആയിട്ട് ഒരു കാതൽ എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ അടിസ്ഥാനം പേഷ്യൻസിന്റെ ആരോഗ്യം നല്ല രീതിയിൽ, അതുപോലെ പേഷ്യൻസിന്റെ വെൽബീയിങ് നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല ക്ഷേമത്തോടു കൂടിയും പേഷ്യൻസിനെ നിലനിർത്തുക എന്നതാണ് എന്തൊരു പ്രവൃത്തിയുടെയും, ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട പ്രവൃത്തിയുടെ ഒരു കാതൽ അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. അല്ലെ, ഇപ്പൊ സ്റ്റാഫുകൾ എന്ത് ചെയ്താലും ഹോസ്പിറ്റലുകൾ എന്ത് ചെയ്യുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണ്? പേഷ്യൻസിന്റെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തണം, അവരെ നല്ല ക്ഷേമത്തോടെ നിലനിർത്തുക എന്നതാണ് അതിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. Then patient focused care consider the patient's values and individual preferences as well as their health requirements. ഇതിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള, രോഗിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിചരണം എന്ന് പറയുമ്പോൾ രോഗിയുടെ എല്ലാ മൂല്യങ്ങളും നമ്മൾ പരിഗണിക്കുന്നു. അവർക്ക് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ പ്രിഫറൻസ് അല്ലെങ്കിൽ മുൻഗണനകൾ എന്തൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ഫീലിങ്സ്, ഇതെല്ലാം മനസ്സിലാക്കി അവരുടെ ആവശ്യകതകൾ മനസ്സിലാക്കി അവരെ കേന്ദ്രീകരിച്ചുള്ള അവർക്ക് വേണ്ട പ്രത്യേകമായിട്ടുള്ള പരിചരണങ്ങൾ ഓരോ വ്യക്തികൾക്കും നമ്മൾ നൽകുക. Education and technological updates that streamline their experience donate to patient focused care and eventually improving the patient experience and the patient satisfaction score. ഇതിലൂടെ നമുക്ക് ആവശ്യമായ എഡ്യൂക്കേഷൻസ് പേഷ്യൻസിന് കൊടുക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള അവരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പല പല സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക. അപ്പൊ അതിലൂടെയൊക്കെ ആ ഒരു പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് കുറച്ചും കൂടി കാര്യക്ഷമമാക്കാനും പേഷ്യൻസിന് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു പരിചരണം കൊടുക്കാനും അതിലൂടെ വരുന്ന ഓരോ പേഷ്യൻസിനും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടും. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ വർദ്ധിക്കും. അപ്പൊ പേഷ്യൻസിനൊരു നല്ല രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പരിചരണം കൊടുക്കുക. എപ്പോഴും വരുന്ന പേഷ്യൻസിനെ അവർ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്, ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് കെയർ കൊടുക്കുക. അതിനനുസരിച്ച് അവരുടെ പ്രിഫറൻസ് എന്താണ്, അവരുടെ ആവശ്യകതകൾ എന്താണ്, അവരുടെ വാല്യൂസ് എന്താണ്, ഇതെല്ലാം കൺസിഡർ ചെയ്ത് അവരുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള പരിചരണവും എഡ്യൂക്കേഷൻസും കൊടുക്കുക. അതിനുവേണ്ടി പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തുക. അതിലൂടെയൊക്കെ പേഷ്യൻസിന്റെ ആ ഒരു എക്സ്പീരിയൻസ് മെച്ചപ്പെടുത്താൻ പറ്റും. അതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ക്ലിയർ ആണോ? ഡെലിവർ പേഷ്യന്റ് ഫോക്കസ്ഡ് കെയർ. ഓക്കെ, ലാസ്റ്റ് വൺ ആണ് എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. അതായത് ഹെൽത്ത് കെയർ പ്രാക്ടീസസ് ആൻഡ് സിസ്റ്റംസ് ആർ കണ്ടിന്യൂസ്ലി ഇവോൾവിംഗ്. നമുക്കറിയാം ഒരു ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട അവിടുത്തെ രീതികൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ തുടർച്ചയായിട്ട് എന്ത് ചെയ്യുന്നു, വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, നമ്മൾ മുൻപ് കണ്ട ഹോസ്പിറ്റലിൽ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങളാണോ ഇപ്പോ? അല്ല, എപ്പോഴും അത് എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, അതിന് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ വ്യത്യാസമായിട്ട് തുടർച്ചയായിട്ടുള്ള വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടു കീപ് പേസ്, health care professionals require access to vast continuing education courses that expand their knowledge base and improve their ability to provide high quality care. അപ്പൊ അവിടെ എൻകറേജ് ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും നല്ല രീതിയിൽ നമ്മുടെ പേഷ്യൻസിന് പരിചരണം കൊടുക്കണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ആർക്കുണ്ടാവണം? അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകൾക്കും ഉണ്ടാവണം. അല്ലെ, അപ്പൊ അവിടെ കൃത്യമായിട്ട് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ചേഞ്ചിങ് എന്നെയാണെങ്കിൽ നമുക്ക് വളരെ വേഗത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന് എന്ത് ചെയ്യണം? തുടർച്ചയായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ കോഴ്സുകളിൽ അവരെ ഭാഗമാക്കണം. അപ്പൊ അവർ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രൊസീജിയേഴ്സ്, ഓരോ പുതിയ പുതിയ ടെക്നോളജീസ് എന്തൊക്കെയാണ്, അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ഒരു അറിവ് ആർക്ക് കിട്ടണം?
ആർക്ക് കിട്ടണം? അവിടുത്തെ പ്രൊഫഷണൽസിന് അല്ലെങ്കിൽ ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്റ്റാഫുകൾക്ക് കിട്ടണം അല്ലെ. അതിലൂടെ അവർക്ക് നല്ല ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കാൻ സാധിക്കുള്ളൂ. And with the right skill sets, practitioners can help increase patient satisfaction score. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കോഴ്സുകളിലൂടെ തുടർച്ചയായിട്ടുള്ള എഡ്യൂക്കേഷൻ കോഴ്സുകളുടെ ഭാഗമാക്കിയാൽ അവർക്ക് നല്ല രീതിയിലുള്ള സ്കില്ലുകൾ സെറ്റ് ചെയ്യാനും അതിനനുസരിച്ച് ഉയർന്ന ഗുണനിലവാരമുള്ള പരിചരണം അവർ വരുന്ന ഓരോ പേഷ്യൻസിന് കൊടുക്കാനും സാധിക്കും. അതിലൂടെ ആ പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സ്കോർ നമുക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. ക്ലിയർ ആണോ? എൻകറേജിങ് ലൈഫ് ലോങ് ലേണിംഗ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയ കേട്ടോ. ഇത്രയേ ഉള്ളൂ. മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഈ ഒരു ക്ലാസ് കൂടി ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ക്ലാസ് ആയിരുന്നു, പക്ഷെ ഇത് നെക്സ്റ്റ് ക്ലാസ് ഇല്ല. നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ? എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് അല്ലേ? ഓക്കെ, പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓരോരോ ചാപ്റ്റേഴ്സിലും ഇപ്പൊ ഇതിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഹെഡിങ്സുകളായിരിക്കും കൂടുതൽ വരാം കേട്ടോ. അതുപോലെ തന്നെ ഇൻക്ലൂഡഡ് ആയത് ഈ ഒരു ഭാഗത്തൊക്കെ ഇൻക്ലൂഡഡ് ആയത് ഏത്, ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിലൊക്കെ ആയിരിക്കും. ബാക്കി നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ അല്ലെ. അത് ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. വായിച്ച് എന്താണ് അതിനുള്ളിൽ ഉള്ളത് അതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് അത് എഴുതാൻ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു ആൻസർ ചൂസ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത്രയും രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെച്ച് പഠിക്കാം കേട്ടോ. ആദ്യത്തെ ഭാഗത്തും നമ്മൾ കുറച്ച് ഒരു കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ അതില് എല്ലാ ചാപ്റ്റേഴ്സും ഓൾമോസ്റ്റ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പഠിക്കാം കേട്ടോ. റിവിഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്നുകൂടിയാണ് ക്ലാസ് ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് ഇന്നോടുകൂടി അവസാനിക്കുകയാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ് ഉണ്ടാവില്ല. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമ്മളൊരു ക്ലാസ് എടുത്തതാണ്. അപ്പൊ റിവിഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി ലീവ് കാര്യങ്ങൾ കൂടുതൽ തരുമായിരിക്കും. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ള എക്സാമും കാര്യങ്ങളുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാം ഒക്കെ നന്നായിട്ട് എഴുതുക കേട്ടോ. അപ്പൊ PG ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. PGയിൽ ജോയിൻ ചെയ്തവരുണ്ടോ? ഡേറ്റ് ഒക്കെ വന്നു. ഓക്കെ, അപ്പൊ ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. PGയിലുള്ളവരുണ്ടല്ലോ അല്ലെ? ഉണ്ട്. ഓക്കെ, അപ്പൊ PGയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നന്നായിട്ടൊക്കെ എക്സാം എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു. പിന്നെ ക്ലാസ് ഇല്ലായിരിക്കും കേട്ടോ. ഇനി മുതൽ ഇനി ക്ലാസ് ഇല്ല. നെക്സ്റ്റ് ക്ലാസ് ഒന്നും ഇല്ല കേട്ടോ. ഈ ഒരു ക്ലാസ്സോടുകൂടി അവസാനിക്കുകയാണേ.